വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്ത തന്നെയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പുതിയ മന്ത്രിയായി OR കേളു എത്തുകയാണ്. കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് പോയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടായിരിക്കും OR കേളു എത്തുക. കേരളത്തിൻ്റെ ഈ ഭരണ സംവിധാനത്തിൽ മറ്റൊരു ചരിത്രമായി അത് മാറുക കൂടിയാണ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് OR കേളു മാനന്തവാടി MLA ആണ്. കേരളത്തിൻ്റെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി മാറുന്നു. അതേസമയം ഇന്നിപ്പോൾ CPM സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഷീജ സൂചിപ്പിച്ചതുപോലെ ആ സംസ്ഥാന സമിതി യോഗമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി ക്ഷേമ മന്ത്രിയായി OR കേളു എത്തുന്നു. ദേവസ്വം വകുപ്പ് VN വാസവന് നൽകും. VN വാസവന് നേരത്തെ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ അങ്ങനെ 3 പേരിലേക്കായിട്ട് മാറുന്നു. പാർലമെൻ്ററി കാര്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പ് പാർലമെൻ്ററി കാര്യം MP രാജേഷിന് ഏൽപ്പിക്കുന്നു, ചുമതലപ്പെടുത്തുന്നു. മറുഭാഗത്ത് ദേവസ്വം VN വാസവനെ ചുമതലപ്പെടുത്തുന്നു. അതേസമയം പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്ന സുപ്രധാന വകുപ്പ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തത് OR കേളുവാണ് ഇനി മുതൽ കൈകാര്യം ചെയ്യുക. അത് സംബന്ധിച്ച തീരുമാനമാണ് വന്നിട്ടുള്ളത്. രാഷ്ട്രീയ തീരുമാനം CPIM അത് സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ അനുമതിയോടുകൂടി തന്നെ മുന്നണി തീരുമാനത്തോടുകൂടി തന്നെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അധികം വൈകാതെ തന്നെ പുതിയ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അതിനുള്ള സാധ്യതയാണ്. നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാനന്തവാടി MLA ആണ്. ആ നിലയിൽ മാനന്തവാടിയുടെ MLA എന്ന നിലയിൽ ഇതിനോടകം തന്നെ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ നിയമസഭാംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് OR കേളു. കഴിഞ്ഞ തവണ രണ്ടാം തവണയാണ്. അപ്പോൾ OR കേളുവിനെ ആ നിലയിൽ ഒരു പുതിയ വളരെ പ്രധാനപ്പെട്ട സുപ്രധാന ചുമതല അദ്ദേഹത്തിൻ്റെ പാർട്ടി CPIM ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷീജ AKG സെൻറ്ററിന് മുമ്പിൽ നിന്ന് ചേരുന്നുണ്ട്. CPIM സംസ്ഥാന സമിതി അംഗം കൂടിയാണ് OR കേളു. അദ്ദേഹം കൂടി അംഗമായ സംസ്ഥാന സമിതിയിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. അങ്ങനെ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം മന്ത്രിസ്ഥാനം രാജിവെച്ച് കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ മന്ത്രി ആര് എന്നൊരു ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലയിൽ വലിയ ഏറ്റവും അധികം സാധ്യത കരുതിയിരുന്നത് നൽകാൻ സാധ്യത പൊതുവെ എല്ലാവരും കരുതിയിരുന്നതും OR കേളുവിന് തന്നെയാണ്. വളരെ സീനിയറായിട്ടുള്ള ആളാണ്. CPIM സംസ്ഥാന സമിതി അംഗമാണ്. മാനന്തവാടി MLA OR കേളുവിനെയാണ് ആ ചുമതല ഇപ്പോൾ CPIM ഏൽപ്പിച്ചിരിക്കുന്നത്. ഷീജ AKG സെൻറ്ററിന് മുന്നിലുണ്ട്. ഷീജ, CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഈ സംസ്ഥാന സമിതി യോഗത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് കൈരളി ന്യൂസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളെ അങ്ങനെ 3 മന്ത്രിമാരിലേക്ക് എത്തിക്കുന്നു, വീതം വെച്ച് നൽകുന്നു. അതിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത പിന്നോക്ക ക്ഷേമം എന്നുള്ളത്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്നുള്ളത് OR കേളുവിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഈ മന്ത്രിസഭയിലേക്ക് പുതുമുഖമായി എത്താൻ പോകുന്നു. മറ്റ് 2 വകുപ്പുകൾ വാസവനും അതുപോലെ തന്നെ MP രാജേഷിനുമായി നൽകാനുമാണ് ഇപ്പോൾ CPMൻ്റെ തീരുമാനം വന്നിട്ടുള്ളത്. അങ്ങനെയല്ലേ AKG സെൻറ്ററിൽ ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഈ ഞായറാഴ്ച മുതലായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു സുപ്രധാന അജണ്ട എന്ന് പറയുന്നത് പുതിയ മന്ത്രി എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും കെ രാധാകൃഷ്ണൻ ശരത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് മന്ത്രിപദം MLA സ്ഥാനം ഒക്കെ രാജിവെച്ച് ഒഴിഞ്ഞത്. അദ്ദേഹം 22-ന് ദില്ലിയിലേക്ക് MP ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏതായാലും പുതിയ മന്ത്രിയെ കൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത്. അതിൽ ദേവസ്വം, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യം, അതിനു പുറമെ പിന്നോക്കക്ഷേമം SC/ST വകുപ്പ് എന്നിവയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഈ 3 വകുപ്പുകളെ 3ആയി വിഭജിക്കാനാണ് നിലവിൽ ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ OR കേളു മാനന്തവാടിയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പുതുമുഖ മന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. SC/ST വകുപ്പായിരിക്കും അദ്ദേഹത്തിന് നൽകുക. പാർലമെന്ററി കാര്യം മന്ത്രി MP രാജേഷിനും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് അത് നൽകുന്നത് VN വാസവനായിരിക്കും. ഈ രീതിയിലാണ് വകുപ്പുകൾ ഇപ്പോൾ വിഭജിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ, അതായത് ഉച്ചയ്ക്ക് 2:30 തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. ഇതിൽ നടത്തുന്നതായിരിക്കും. ഏതായാലും OR കേളു പുതിയ മന്ത്രിയാകുന്നു, മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലെ സുപ്രധാനമായ വിവരം. ശരത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ഇപ്പോൾ CPIM കൈക്കൊണ്ടിട്ടുള്ളത്. കെ രാധാകൃഷ്ണൻ രാജിവെച്ച് ആ ഒഴിവിലേക്ക് OR കേളു സംസ്ഥാന
സംസ്ഥാന മന്ത്രിയായി എത്തുന്നു. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം ആ വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അതേസമയം കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനെ ചുമതലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യം എം പി രാജേഷൻ. ഈ നിലയിലാണ് പുതിയ തീരുമാനം CPIM കൈക്കൊണ്ടിട്ടുള്ളത്. കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ ആലത്തൂരിൽ നിന്ന് വിജയിച്ച് ലോക്സഭാ അംഗമായി പോകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം സംസ്ഥാന മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏറ്റവും ചരിത്രപരമായിട്ടുള്ള വളരെ ശക്തമായ ഒരു തീരുമാനം, മന്ത്രി പദവി ഒഴിയുന്ന ഘട്ടത്തിൽ ഏറ്റവും അവസാനമെടുത്ത തീരുമാനം അതുതന്നെയായിരുന്നു. കോളനി എന്ന പദപ്രയോഗം എന്ന വിളിപ്പേര് ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ്, ആ വകുപ്പിൻ്റെ ഉത്തരവ്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി എന്ന നിലയിൽ ആ ഉത്തരവ് ഇറക്കിയ ശേഷമാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത്. അവിടേക്കാണ് OR കേളു എത്തുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുമുള്ള OR കേളു CPIMൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ പാർട്ടി CPIM ഏൽപ്പിക്കുന്നു, ചുമതലപ്പെടുത്തുന്നു. ആ നിലയിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനമാണ് കൈരളി ന്യൂസ് ആദ്യമായി പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചിട്ടുള്ളത്. OR കേളു എന്ന മന്ത്രിക്കൊപ്പം തന്നെ കെ രാധാകൃഷ്ണൻ നേരത്തെ കൈകാര്യം ചെയ്ത മറ്റു രണ്ട് വകുപ്പുകളുണ്ട്. അതൊന്ന് ദേവസ്വവും മറ്റൊന്ന് അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യവുമാണ്. ഇത് മറ്റ് രണ്ട് മന്ത്രിമാരിലേക്ക് നൽകുന്ന തീരുമാനമാണ് CPIM എടുത്തിട്ടുള്ളത്. വി എൻ വാസവനും അതുപോലെ MP രാജേഷുമാണ് ദേവസ്വം പാർലമെൻ്ററി കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുക.